സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് പോത്തങ്കോട് ഉള്ള ശാന്തിഗിരി ആശ്രമമാണ്. ഇവിടുത്തെ പശു ഫോമിലാണ് നമ്മളിന്ന് പശു ഫോമാണ് കാണാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 600 മീറ്ററുണ്ട്. ഇത് ഒരു കവാടമാണെങ്കിലും അപ്പുറ സൈഡിൽ കൂടെ കാറൊക്കെ വിടുന്ന അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട്. ഇവിടെ മിക്കവാറും സമയങ്ങളിൽ ഇവിടെ ഇത് വെച്ചിട്ട് കമ്പി വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. സൈക്കിൾ ഞാൻ ഇതുവഴി മുകളിൽ കൂടെ കയറ്റിയാണ് അകത്തോട്ട് ഇറങ്ങിയത്. പിന്നെ ഞാൻ എല്ലാവരും ഈ സൈക്കിളിൽ ഈ ബൈക്കിലൊക്കെ ക്യാമറ വെച്ചുകൊണ്ട് പോകും. ഞാൻ പിന്നെ ഒരു കയ്യിൽ സൈക്കിളിൻ്റെ ഹാൻഡിലും ഒരു കയ്യിൽ ക്യാമറയും വെച്ചാണ് പോകുന്നത്. പിന്നെ ഈ സൈക്കിളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈക്കിൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ സൈക്കിളൊക്കെ ചവിട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞാൻ ഈ വീഡിയോ എടുക്കാറില്ല. ഇപ്പോഴാണ് കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് സ്ഥലം ഞാൻ പൊന്മുടിയിലൊക്കെ സൈക്കിളിൽ പോയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും എനിക്ക് സൈക്കിളിൽ ഞാൻ പൊന്മുടിയിലൊക്കെ പോയിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ സൈക്കിളെന്ന് പറയുമ്പം നമുക്ക് സൈക്കിളിൽ പോകുമ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളെ ഒരു മനസ്സാവും. നമ്മൾ ഒരു പുതിയ സ്ഥലങ്ങളിൽ സൈക്കിളിൽ പോയി അവിടെ ചെന്നിട്ട് നമ്മുടെ മനസ്സിനെ ചിന്തിക്കുമ്പം നമുക്ക് നല്ലൊരു കുട്ടികളെ മനസ്സ് നമുക്കുണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ക്യാമറയും വെച്ചുകൊണ്ടാണ് ഒരു കയ്യിൽ ഹാൻഡിൽ ഒരു കയ്യിൽ ക്യാമറ. എന്തെങ്കിലും കല്ലിലെല്ലാം തട്ടുകയാണെങ്കിൽ തറയിലോ വീഴാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് നേരെ പോണത് ഈ ശാന്തിഗിരിയിൽ നമ്മൾ താമരയാണെങ്കിൽ അവർ പർണശാല എന്നാണ് അത് പറയുന്നത്. അങ്ങനെയിപ്പോൾ നല്ലൊരു കയറ്റമാണ്. സൈക്കിളിൽ തന്നെ അങ്ങ് ചവിട്ടി ഉരുട്ടാതെ അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. ട്രിവാൻഡ്രത്ത് നിന്ന് ബസ്സൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞ വഴിയിലെ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് ഞാനിപ്പോൾ റൈറ്റിൽ കാണിക്കാം. ഇത് ഇപ്പം ലെഫ്റ്റിലാണ്. ഇപ്പം റൈറ്റിലോട്ട് ഞാൻ കാണിക്കുകയാണ്. അവിടെ നിന്ന് അതുവഴിയാണ് കാറൊക്കെ കയറി വരുന്നത്. മറ്റതും വലിയ വഴിയാണ്. ഈ റൈറ്റിൽ കാണുന്ന വഴിയാണ് നമ്മൾ കാറൊക്കെ കയറി വരുന്നത്. അപ്പം അതിൻ്റെ അവിടെ ചെന്നിട്ട് ആരുടെയും ചോദിച്ചാൽ ഇവിടെ പറഞ്ഞ ഈ കാറിൽ പറഞ്ഞ വഴി പറഞ്ഞു തരും. ശാന്തിഗിരി അകത്ത് കയറി നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോയൊക്കെ എടുക്കാം. പക്ഷെ വീഡിയോ എടുക്കണമെങ്കിൽ അവിടുത്തെ സെക്രട്ടറിയുടെ പെർമിഷൻ ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ ഒരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ പർണശാലയിലോട്ട് പോണ കവാടം. ഇവിടെ നിന്ന് സ്ട്രെയിറ്റാണ് നമുക്ക് ആ ശാന്തിഗിരി സ്കൂള്. നല്ല ഒരു രസമുണ്ട്. രാവിലെ ആയതുകൊണ്ട് നല്ല ഒരുപാട് പച്ചപ്പുകളൊക്കെ കാണാം. സൈക്കിളിലാകുമ്പോൾ നമുക്ക് നമ്മൾ ബൈക്കിലും കാറിലും പോകുമ്പോൾ നമുക്ക് പതുക്കെ പോകാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് സ്പീഡിലല്ലേ പോകാൻ പറ്റുള്ളൂ. ഈ സൈക്കിളിലാകുമ്പോൾ നമുക്ക് അവിടെ നിർത്തിയും ഇതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ചവിട്ടി പോവാം. ഇത് കൂടുതലും ആശ്രമത്തിൻ്റെ സ്ഥലമാണ് അവിടെ അത്രയും. പിന്നെ ഇവിടുത്തെ നാട്ടുകാരും ഈ സൈഡിലൊക്കെ താമസിക്കുന്നുണ്ട്. ഒരുപാട് ശാന്തിഗിരിയിലെ
ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. പിന്നെ വേറെ റോഡിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ട് ആയുർവേദ ആശുപത്രിയെല്ലാം, ഇവിടെ ഹോസ്പിറ്റലൊക്കെ ഇവിടെ ഉണ്ട്. ശാന്തിഗിരി എന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിന് ശാന്തി കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഞാൻ അവിടെ ഫോട്ടോ എടുത്തില്ലെങ്കിലും നമുക്ക് പർണശാലയിലൊക്കെ ഞാൻ കയറി കണ്ടായിരുന്നു. ഞാൻ മുമ്പേയും പോയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആ ശാന്തിഗിരിയിലെ സ്കൂള്. ഇതിനകം വഴിയാണ് നമ്മൾ അതിനകത്തോട്ട് കയറുന്നത്. കുറച്ച് ദൂരം അങ്ങോട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വന്നാണ് ഞാൻ ആ കവാടത്തിൻ്റെ മുമ്പേ നിന്ന് ഈ സംസാരിക്കുന്നത്. ഇതാണ് ശാന്തിഗിരിയിലെ സ്കൂളിൻ്റെ കവാടം. ഇതുവഴിയാണ് അകത്തോട്ട് നമുക്ക് ഈ പശു ഫാമിലോട്ട് പോകുന്നത്. ഞാനിപ്പോൾ ശാന്തിഗിരി ഈ പശുവിൻ്റെ ഫോമിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പശുക്കളെയും ഇവിടുത്തെ ഒരുപാട് പശുക്കളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ഞാനിവിടെ വന്നപ്പം ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇത് കറവയുള്ള പശുക്കളാണ്. അപ്പം അവിടെ നമുക്ക് അതിനകത്ത് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അതിന് കറവയ്ക്ക് കുറച്ച് പശുവിനൊരു ഭയം ഉണ്ടാവും. അപ്പോൾ ആ കറവയ്ക്ക് കുറച്ച് ദോഷം വരും. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾക്ക് ഇതിനകത്ത് ഈ കറവയുള്ള പശുവിൻ്റെ ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേട്ടൻ്റെ പറഞ്ഞു, എനിക്ക് ചേട്ടൻ തന്നെ വീഡിയോ എടുത്ത് തന്നാൽ മതി, അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചേട്ടൻ എൻ്റെ നിന്ന് ക്യാമറ വാങ്ങി വീഡിയോ എടുക്കുന്നത്. എല്ലാം നല്ല നല്ല ഇനം പശുക്കളാണ്. ഇതിൻ്റെ പേര് ചോദിച്ച് മനസ്സിലാക്കാൻ അവിടെ ഒരു സ്വാമിയാണ് ഇതിൻ്റെ ചുമതലയുള്ളത്. ആ സ്വാമിയെ കണ്ടില്ല എങ്കിൽ നമുക്ക് ഇതിൻ്റെ പശുക്കളൊക്കെ പേരുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു. നമ്മൾ ട്രിവാൻഡ്രത്ത് ഈ പശു ഫാം ഇത്രയും പശുക്കളൊക്കെ ഉള്ള ഫാം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല, കാണുമായിരിക്കും. ഇനിയിപ്പം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചേട്ടൻ നല്ല മനോഹരമായിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല ഒരുപാട് നമ്മൾ കാണാൻ കണ്ടില്ലാത്ത ഇനം പശുക്കൾ അതിനകത്ത് ഉണ്ട്. ഇത് രണ്ടാമത്തെ തൊഴുത്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രശ്നമില്ല, ഇവിടെ നമുക്ക് കയറി കാണാനതിന് കുഴപ്പമില്ല. എനിക്കിത് ആ പശുക്കളെ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ ഉള്ളത്. അടുത്തുനിന്ന് നോക്കാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നേരിട്ട് ഇവിടെ വന്ന് ആർക്ക് വേണോ കാണാം. ഇതൊക്കെ ശാന്തിഗിരി വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കാണാൻ പ്രത്യേകിച്ച് ഫോർമാലിറ്റി ഒന്നുമില്ല. നല്ലൊരു അനുഭൂതിയാണ് നമുക്ക് പശുക്കളെ ഇത്രയും ഞാൻ ഇത്രയും TV-യിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത്രയും പശുക്കൾ നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ തന്നെ നമുക്ക് തോന്നില്ല. ആ ഒരു പശുക്കളെ ഭംഗി കണ്ട് നമുക്കങ്ങനെ നിന്നു പോകും. പിന്നെ അനങ്ങാതെ ഇതിനെയൊന്നും ശല്യപ്പെടുത്താതെ പതുക്കെയാണ് ഇത് കൂടെ കാലൊക്കെ എടുത്ത് ഇതൊക്കെ ഇങ്ങനെ ക്രോസിൽ കിടക്കുകയാണ്. അപ്പോൾ അതിനെ ഞാൻ പതുക്കെ അതിനെ ശല്യപ്പെടുത്താതെ കാലൊക്കെ എടുത്ത് വെച്ചൊക്കെയാണ് അപ്പുറത്തോട്ട് ഇറങ്ങിയത്.
പിന്നെ കണ്ടിട്ട് എല്ലാത്തിനും അങ്ങനെ ഭയം തോന്നുന്നില്ല. ഇതേപോലെ അപ്പുറ സൈഡിലും ഉണ്ട്. അതിനകത്ത് ഇപ്പം പശുക്കളൊന്നുമില്ല. ഇത് പുറത്ത് ഒരു വലിയ കാമ്പൗണ്ട് പോലെ തിരിച്ചിട്ട് അതിനകത്ത് നിർത്തിക്കുന്ന പശുക്കളാണ് ഇതൊക്കെ. ഇതും ഒരുപാട് ഇനം പശുക്കളുണ്ട്. ഞാൻ ഇവിടെ ചോദിച്ചപ്പം 1 ലിറ്ററിന് 400 രൂപ വില, 1 ലിറ്റർ പാലിന് 400 രൂപ വിലയുള്ള അതിന് പക്ഷേ അങ്ങനെ ഒരു പശുക്കൾ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. 2 ലിറ്ററൊക്കെ അതിനകത്ത് കറക്കാൻ, ആ പശുവിന് 2 ലിറ്ററൊക്കെ കറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പുറത്ത് നമ്മൾ റോഡിൽ ശാന്തിഗിരിയിലെ കുറേ ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്നാൽ എല്ലാം അവർ പറഞ്ഞ് നമ്മൾ ശല്യപ്പെടുത്താതെ പയ്യെ അതിൻ്റെ അടുത്തൊക്കെ പോയാൽ അത് അനങ്ങാതെ നിൽക്കും. നല്ല മനോഹാരിതയാണ്. ഇത് ആ പശുക്ക് കൊടുക്കാൻ വേണ്ടി നട്ട് വളർത്തിയിട്ടേക്കുന്നതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ നോക്കി, ഒരുപാട് സ്ഥലങ്ങളിൽ അതൊക്കെ അവിടെ എല്ലാം അത് നട്ടിട്ടുണ്ട്. പിന്നെ ഹിന്ദിക്കാർ 2 പേരെ നിർത്തിയിട്ടുണ്ട്. ഹിന്ദിക്കാർ പിന്നെ ഇപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ സൈക്കിൾ അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മൾ വക്യോലിൻ്റെ, ഈ പശുക്കൊക്കെ കൊടുക്കാനുള്ള വക്യോലിൻ്റെ ഗോഡൗൺ. ഇത് ഞാൻ അടുത്തോട്ട് ചെന്നപ്പോൾ അത് ഒന്ന് പേടിച്ചു. പശുക്കൊക്കെ വക്യോല് കൊടുത്തത് കഴിക്കുന്ന ഒരു ദൃശ്യം. ഇവർ 2 പേരുമാണ്. ഇപ്പോൾ ഒരാളും കൂടെ വരും. 2 പേരാണ് അവിടെ ജോലിക്ക് നിൽക്കുന്നത്. പിന്നെ ആശ്രമത്തിലുള്ള ഒരു സ്വാമി ആണ് ഇതിനെ കൺട്രോൾ. പിന്നെ ആ സ്വാമിക്ക് താഴെയുള്ള വേറെ കുറേ സ്വാമിമാരും ഇതിന് ഉണ്ട്. അവരെല്ലാം കൂടി ചേർന്നാണ് ഇത് പരിപാലിക്കുന്നത്. ഇത് പുറത്ത് ഒരു കാമ്പൗണ്ട് തിരിച്ച് അതിനകത്ത് ആണ് ഈ പശുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് കണ്ടുകൊണ്ട് അങ്ങോട്ട് നടന്നു പോവുകയാണത്. ഇവിടുന്ന് നമുക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ, ഈ പശുക്കളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല. നമുക്കിവിടെ കറങ്ങി തന്നെ നിൽക്കാൻ തോന്നും. സുഹൃത്തുക്കളെ, ഞാനിപ്പം ഈ ശാന്തിഗിരിയിലെ പശു ഫാമിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ വന്ന് ആർക്കും വേണമെങ്കിലും ഇവിടെ വന്ന് കാണാമെന്നാണ് അവർ പറയുന്നത്. ഈ ശാന്തിഗിരി സ്കൂളിൻ്റെ കവാടം വഴിയാണ് ഇവിടെ കയറുന്നത്. ഇവിടെ ഇതിനകത്ത് കയറാൻ പ്രത്യേകിച്ച് അനുവാദമൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ പശുക്കിടങ്ങളൊക്കെ പശുക്കളെ കാണണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇനം പശുക്കൾ ഇവിടെ ഉണ്ട്. 1 ലിറ്ററിന് 400 രൂപ വില വരെ പാലുള്ള പശുക്കൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ സ്വാമിയെ കണ്ടില്ല. സ്വാമി ഉണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ സ്വാമിമാർക്കാണ് ഇവിടുത്തെ ചുമതല കൊടുത്തേക്കുന്നത്. ആ സ്വാമിമാരെ കണ്ടാലേ ഇതിൻ്റെ പേരുകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുള്ളൂ. പിന്നെ അതുമല്ല, ഈ പാല് കറക്കുന്ന കറവ പശുവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് അവർ അതിനകത്തോട്ട് കയറ്റൂല. അവിടുത്തെ ഒരു ചേട്ടനാണ് അതിനകത്ത് കയറി വീഡിയോ എടുത്ത് തന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോയുമായി ഇനിയും നമുക്ക് കാണാം.